വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദിജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഓർമ്മിക്കുക, വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഓർമ്മദിനമാണിന്ന്. ഈ സുദിനത്തിൽ ഭാരതസഭയ്ക്കും പ്രത്യേകിച്ച് കേരള സഭയ്ക്കും തൃശൂർ അതിരൂപതയ്ക്കും ഇരിഞ്ഞാലക്കുട രൂപതയ്ക്കും പുത്തൻചിറ വീടിനും ഏറെ സന്തോഷകരമായ ദിനം കൂടിയാണ്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ പുത്തൻചിറയിൽ മാങ്കടിയാൻ കുടുംബത്തിൽ തോമ അന്ന ദമ്പതികളുടെ മൂന്നാമത്തെ മകളായി 1876 ഏപ്രിൽ 26-ാം തീയതി ത്രേസ്യ ജനിച്ചു. മകളെ ആഴമായ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അമ്മ ശ്രദ്ധിച്ചിരുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ അവൾ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അതിയായ താല്പര്യം കാട്ടിയിരുന്നു. ചെറുപ്പത്തിലെ തന്നെ പുണ്യവതി എന്ന പേര് സമ്പാദിച്ച ത്രേസ്യ താൻ ഈശോയോടുകൂടെ കരയാനും സഹിക്കാനും ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തിലെ കുറവ് തന്റെ ശരീരത്തിൽ തികയ്ക്കാൻ അവൾ സന്നദ്ധയായിരുന്നു. അതിനായി പലവിധ പ്രായശ്ചിത്തങ്ങളും അനുഷ്ഠിച്ചിരുന്നു. 5-ാമത്തെ വയസ്സു മുതൽ ത്രേസ്യ ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങി. അവൾ അമ്മയോട് പറയുമായിരുന്നു, നല്ലവനായ ദൈവം സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്കെങ്ങനെ കളിച്ചുല്ലസിക്കാനാകും? തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമായി അവൾ കരുതുന്നത് തന്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമാണ്. പല പ്രാവശ്യം ഈശോയും മാതാവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി വേളകളിൽ പഞ്ചക്ഷതങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. 1912 നവംബർ 26-ാം തീയതി ത്രേസ്യ തന്റെ ദൈവവിളി വിവേചിച്ചറിയുന്നതിനു വേണ്ടി 2 മാസത്തേക്ക് ഒല്ലൂരുള്ള കർമ്മലീത്ത മഠത്തിൽ പ്രവേശിച്ചു. അക്കാലത്ത് ഏവുപ്രാസിയമ്മയായിരുന്നു നവസന്യാസിയാർത്ഥികളുടെ നാഥ. തന്റെ വിളി കർമ്മലീത്ത സഭയിലേക്കല്ലെന്ന് ത്രേസ്യ തിരിച്ചറിഞ്ഞു. അവളുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിധേയത്തിലച്ഛന്റെയും മാർമേനാച്ചേരി പിതാവിന്റെയും അനുവാദത്തോടെ പുതിയ സന്യാസിനി സഭയുടെ പ്രഥമ ഭവനം 1913 ജനുവരി 27-ാം തീയതി ആരംഭിച്ചു. 1914 മെയ് 14-ന് ആ ഭവനം ഒരു മഠമാക്കി. അങ്ങനെ തിരുകുടുംബ സന്യാസിനി സഭ സ്ഥാപിതമായി. സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ചു. ആ സന്യാസിനി 1926 ജൂൺ 8-ാം തീയതി 50-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ഈശോ മറിയം ഔസേപ്പേ, എന്റെ ഹൃദയവും ആത്മാവും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നായിരുന്നു അന്തിമ വചസ്സുകൾ. 1994 ജൂൺ 28-ാം തീയതി ദേവദാസിയായും 2000 ഏപ്രിൽ 9-ാം തീയതി വാഴ്ത്തപ്പെട്ടവളായും 2019 ഒക്ടോബർ 13-ന് വിശുദ്ധ ഗണത്തിലേക്കും ഉയർത്തപ്പെട്ടു. നമുക്കും ഈ വിശുദ്ധയുടെ വിശ്വാസ ജീവിതം മാതൃകയായി സ്വീകരിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ക്രൂശിതനേശുവേ, സ്വന്തമാക്കിടാൻ ഗേഹം വിട്ടിറങ്ങിയ ധന്യകന്യേ. ക്രൂശിതനേശുവേ, സ്വന്തമാക്കിടാൻ
ഗേഹം വിട്ടിറങ്ങിയ ധന്യകന്യേ. ഈശ്വര സ്നേഹം മതിയെന്നു നിനച്ചു, ഈശ്വര സ്നേഹം മതിയെന്നു നിനച്ചു, കാനനം കൊതിച്ചൊരു പുണ്യവതി, കാനനം കൊതിച്ചൊരു പുണ്യവതി. ക്രൂശിതനേശുവേ സ്വന്തമാക്കിടാൻ ഗേഹം വിട്ടിറങ്ങിയ ധന്യകന്യേ. ആശാന്റെ കളരിയിൽ അക്ഷരം പഠിച്ചവൾ ആത്മാവിൻ ജ്ഞാനം സ്വന്തമാക്കി. ആശാന്റെ കളരിയിൽ അക്ഷരം പഠിച്ചവൾ ആത്മാവിൻ ജ്ഞാനം സ്വന്തമാക്കി. ഇരവിലും പകലിലും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും യേശുവിൻ പ്രേയസിയായി മാറിയമ്മ. ഇരവിലും പകലിലും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും യേശുവിൻ പ്രേയസിയായി മാറിയമ്മ. ക്രൂശിതനേശുവേ സ്വന്തമാക്കിടാൻ ഗേഹം വിട്ടിറങ്ങിയ ധന്യകന്യേ. നൊമ്പരച്ചൂടിനാൽ പിടയും മനസ്സിന് ആശ്വാസദൂതയായി കാവൽ വിളക്കായി. നൊമ്പരച്ചൂടിനാൽ പിടയും മനസ്സിന് ആശ്വാസദൂതയായി കാവൽ വിളക്കായി. നീയല്ലതാശ്രയം വേറൊന്നില്ല, അനുഗ്രഹമേകണേ കരുണമയീ. നീയല്ലതാശ്രയം വേറൊന്നില്ല, അനുഗ്രഹമേകണേ കരുണമയീ. ക്രൂശിതനേശുവേ സ്വന്തമാക്കിടാൻ ഗേഹം വിട്ടിറങ്ങിയ ധന്യകന്യേ. ക്രൂശിതനേശുവേ സ്വന്തമാക്കിടാൻ ഗേഹം വിട്ടിറങ്ങിയ ധന്യകന്യേ. ഈശ്വര സ്നേഹം മതിയെന്നു നിനച്ചു, ഈശ്വര സ്നേഹം മതിയെന്നു നിനച്ചു, കാനനം കൊതിച്ചൊരു പുണ്യവതി, കാനനം കൊതിച്ചൊരു പുണ്യവതി. ക്രൂശിതനേശുവേ സ്വന്തമാക്കിടാൻ ഗേഹം വിട്ടിറങ്ങിയ ധന്യകന്യേ.